ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി തുടർന്ന് കാണാം. ഇന്ന് നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കാതെ വളരെ വേഗത്തിൽ നല്ലൊരു കിടിലൻ സദ്യ സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള തുവരപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ്, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ അളവനുസരിച്ചിട്ട് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ഉപയോഗിക്കാം. ഇതിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉരുളക്കിഴങ്ങ്, 10 ചുവന്നുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം തടിയങ്ക അല്ലെങ്കിൽ കുമ്പളങ്ങ എന്ന് പറയും, ഒരു തക്കാളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ചെറിയൊരു മത്തൻ, ചെറിയൊരു പച്ചക്കായ, പിന്നെ തുവരപ്പരിപ്പ് കുതിർത്തെടുത്തത്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മുരിങ്ങയ്ക്ക വേണം, ഒരു 5-6 കഷ്ണം മുരിങ്ങയ്ക്ക. ഫ്രോസൺ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്നത് കാരണം വേഗത്തിൽ വെന്ത് കിട്ടും. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി പരിപ്പ് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കായം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സൗകര്യത്തിന് ഇതേപോലെ ഇടികല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ച് ഇതുപോലെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു വലിയൊരു പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സദ്യ സാമ്പാർ ആയാലും ഹോട്ടലിലെ സാമ്പാർ അല്ലെങ്കിൽ സാമ്പാർ പൊടി ഉപയോഗിച്ച് വെക്കുന്ന സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക രുചി കിട്ടുമല്ലോ. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ സാമ്പാറിൻ്റെ ഉപയോഗിക്കുന്ന കായമാണ്. ഇനി ഒരു പച്ചമുളക് ചേർക്കാം. അത് പച്ചമുളകൊക്കെ അവരവരുടെ എരിവനുസരിച്ച് ചേർത്തോണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഈ പരിപ്പ് നല്ലതുപോലെ വേകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതിയാവും. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പിഴുപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് കുതിർന്നാൽ മതിയാവും. ഇനി ഇതിലേക്കുള്ള സാമ്പാർ പൊടിക്കായിട്ട് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കഷ്ണം കായം. ഇത്രയാണ് നമ്മുടെ സാമ്പാർ മിക്സ്. ഇത് തന്നെയാണ് നമ്മൾ പാക്കറ്റിൽ വാങ്ങിച്ചാലും കിട്ടുന്നത്. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് ഈ സാമ്പാർ പൊടി ചേർത്ത് 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കാം. അപ്പോൾ ചുവന്നുള്ളി കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ 4ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. ഇനി പച്ചക്കറികൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരളവിന് ഏകദേശം ഒരു 3.5 മുതൽ 4 കപ്പ് വെള്ളം മതിയാവും. പിന്നെ പൊടികൾ വഴറ്റുന്ന സമയത്ത് തന്നെ വെള്ളം എടുത്ത് അടുത്ത് വെച്ചിരിക്കണം. പിന്നെ ഇവിടെ US കിട്ടുന്ന നല്ല കടുത്ത ഓറഞ്ച് കളറിലെ മത്തങ്ങയാണെങ്കിൽ അത് ഉപയോഗിക്കരുത്. അതങ്ങ് കുറച്ച് മധുരം കൂടുതലാണ്. അതിന് മധുരവും കാണും, പിന്നെ പെട്ടെന്ന് വെന്ത് പോവും. ഞാനിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുന്ന കുറച്ച് മഞ്ഞ നിറത്തിലുള്ള മത്തനാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, പച്ചക്കായ തോല് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്തതാണ്. ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും അതേപോലെ തന്നെ കറുത്ത് പോകാതിരിക്കാൻ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അധികം സമയമൊന്നും എടുക്കത്തില്ല, വേഗത്തിൽ വെന്ത് കിട്ടും. ഇനി 2 പച്ചമുളകും കൂടെ ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പച്ചക്കറി എല്ലാം 3/4 പരുവം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ വേവിച്ചുടച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പിൻ്റെ വെള്ളവും കൂടെ ചേർക്കുന്ന കാരണം കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ ആദ്യമേ നമ്മൾ വെള്ളമൊക്കെ ചേർക്കുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. അതിലേക്ക് ഒരു 5 വെണ്ടയ്ക്ക കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ചേർക്കാം. നല്ല അഴുക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഒന്ന് അരിച്ച് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്തോണം. വെണ്ടയ്ക്ക ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊരു വഴുവഴുപ്പ് പോലെ, ഒരു പശ പോലെ വരും. അപ്പോൾ അതുകൊണ്ടാണ് അവസാനം ചേർക്കുന്നത്. ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി വളരെ ചെറിയ അളവിൽ കുറച്ച് മല്ലിയില ചേർക്കാം. അപ്പോൾ മല്ലിയില വളരെ കുറച്ച് ചേർത്താൽ മതി. കൂടുതലായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ സാമ്പാറിനുണ്ടാവുക. ആ വെണ്ടയ്ക്ക് ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ തക്കാളി വെന്തുടഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ സാമ്പാറിൽ എരിവും പുളി ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ചെറിയ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസത്തിലെ മധുരമൊക്കെ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ചെറിയ അളവിൽ ഉപ്പ് ചേർക്കില്ല, അതേപോലെ തന്നെയാണ് ഇങ്ങനെ എരിവും പുളിയൊക്കെയുള്ള കറികളിൽ മധുരം ചേർക്കുന്നത്.
നമ്മൾ എടുക്കുന്ന പച്ചക്കറികളുടെ അളവനുസരിച്ചിട്ട് വേണം പരിപ്പ് ചേർക്കാനും. പിന്നെ അതേപോലെ പൊടികളുടെ അളവായാലും വെള്ളത്തിൻ്റെ അളവും എല്ലാം അതൊക്കെ ശ്രദ്ധിച്ചോണം. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും പരിപ്പും ഒക്കെ ആവശ്യത്തിന് ചേർത്തിരിക്കുന്ന കാരണം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. അതിനോടൊപ്പം 2 നുള്ളു കായത്തിൻ്റെ പൊടി കൂടി ചേർക്കാം. അപ്പം നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും. ഇനി ഈ താളിച്ചത് നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. ഈ താളിച്ച് ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേണം സാമ്പാർ സെർവ് ചെയ്യാനായിട്ട്. കുക്കറിൽ വേവിക്കുമ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ കുറച്ചും കൂടെ ഒന്ന് വെന്തുടഞ്ഞിട്ട് നല്ലതുപോലെ അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളുടെ ഷേപ്പ് ഒന്നും നഷ്ടമാകാതെ നല്ലൊരു ടേസ്റ്റിലുള്ള സാമ്പാർ റെഡിയാക്കാം. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പം അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.